ശ്രീധര, ഇപ്പോൾ ട്വിറ്ററിൽ മറ്റു പേജുകളിലുമൊക്കെ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർ ഇപ്പോൾ ചികിത്സ തേടി ആശുപത്രികളിലേക്ക് എത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ പോലീസ് അങ്ങോട്ടേക്ക് എത്തുകയോ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുകയോ ചെയ്തിട്ടുണ്ടോ? തിരുപ്പതിക്ക് സ്വന്തമായി തന്നെ അത്തരം ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളതാണല്ലോ, അല്ലേ? തിരുപ്പതി ദേവസ്വത്തിന് കൃത്യമായിട്ട് തന്നെ ഈ സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഏതായാലും ഇങ്ങനൊരു ദുരന്തമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ അവിടേക്ക് കൂടുതൽ പോലീസിനെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് ആന്ധ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ നൽകുന്ന ഒരു വിവരം വന്നിരിക്കുന്നത്. ഏതായാലും സ്ഥിതിഗതികൾ ഇപ്പോഴും പൂർണ്ണമായും ശാന്തമായിട്ടില്ല, അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ പല എക്സ് ഹാൻഡിലുകളും പ്രാദേശിക മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ നൽകുന്ന വിവരമനുസരിച്ച് അവിടെ കൂടുതൽ ആളുകൾ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്, കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരമാണ് അവിടെ നിന്ന് കാര്യമായിട്ട് തന്നെ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതാണ് വല്ലാതെ ആശങ്കപ്പെടുത്തുന്നതും. ഏതായാലും നിലവിൽ ആ ടോക്കൺ വിതരണമൊക്കെ നിർത്തിവെച്ചിട്ടുണ്ട്. ഈ കൂടുതൽ ഒരുപക്ഷെ മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഏതായാലും സ്ഥിതിഗതികൾ ഒട്ടും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നുള്ള, ഇത്രയും സംവിധാനങ്ങളുള്ള ഒരു സ്ഥലത്ത് സ്ഥിതിഗതികൾ ഒട്ടും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. നിലവിൽ മരിച്ചവരിൽ ഒരു സ്ത്രീയുണ്ട്. അതിൽ ചിലർ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സേലം പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് കൂടുതൽ ആളുകൾ ഈ ടോക്കൺ വാങ്ങുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നിലവിലേതായാലും തിരുപ്പതിയിൽ സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു തിക്കും തിരക്കും അല്ലെങ്കിൽ ഒരു ദുരന്തമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും സ്ഥിതിഗതികൾ വൈകാതെ നിയന്ത്രണ വിധേയമാകും എന്ന് തന്നെയാണ് ആന്ധ്ര സർക്കാരിന്റെയും തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന്റെയും ഔദ്യോഗിക അറിയിപ്പ് വന്നിരിക്കുന്നത്. നിലവിലേതായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 4 മരണമുണ്ടായിരിക്കുന്നു. കൂടുതൽ ആളുകൾ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി എത്തുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ നമുക്ക് കാണാം, പോലീസ് കെട്ടിയ പല വടമൊക്കെ ആളുകൾ മറിച്ച് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനൊക്കെയുള്ള ശ്രമങ്ങൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ നടത്തുന്നുണ്ട്. ഏതായാലും ഈ ടോക്കൺ കൗണ്ടർ തുറന്നതിന് പിന്നാലെ ആളുകൾ അവിടേക്ക് ഒന്നിച്ച് കുതിച്ചെത്തിയതാണ് ഈ ദുരന്തത്തിന് കാരണം ആയത്. ഏതായാലും 4 മരണം ഉണ്ടായിരിക്കുന്നു. ഇതിൽ മരിച്ചവരിൽ ഒരു സ്ത്രീയുണ്ട്. ഈ ടോക്കൺ കൗണ്ടറിന് ഉള്ളിലേക്ക് ഇടിച്ചു കയറിയതാണ് വലിയ അപകടത്തിന് കാരണമായി പറയുന്നത്. നിലവിലേതായാലും കൂടുതൽ പോലീസ് സന്നാഹം അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. തിരുമല ദേവസ്ഥാനത്തിന്റെ തന്നെ സംവിധാനങ്ങൾ അവിടെ കൃത്യമായിട്ട് തന്നെ ഉണ്ട്. ആ സംവിധാനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നുമുണ്ട്. നിലവിലേതായാലും 4 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. കൂടുതൽ പേർക്ക് പരിക്കേറ്റ വിവരങ്ങൾ പുറത്തു വരുന്നു. ആളുകളെ തിരുമല ദേവസ്ഥാനം ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അതുപോലെ തന്നെ തിരുപ്പതിയിൽ തന്നെയുള്ള മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്കൊക്കെ ആളുകളെ മാറ്റിക്കൊണ്ട് ഇരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നാണ് ആളുകൾ എത്തിയതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരിച്ചവരിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ ആളുകൾ എത്താനുള്ള സാധ്യതയുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വൈകുണ്ഠ ഏകാദശിയാണ് വിശ്വാസികൾ, ഹൈന്ദവ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ പുണ്യ ദിനമായി കാണുന്ന ഒരു ദിവസമാണ്. ആ ദിവസത്തേക്ക് ദർശനത്തിന് വേണ്ടിയുള്ള ടോക്കൺ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ ആളുകൾ, അത്രയും ആളുകൾ അവിടെ തടിച്ചുകൂടിയത്. തിരുപ്പതിയിലെ വിഷ്ണു നിവാസിന് സമീപത്തുള്ള, തിരുമലയിലെ വിഷ്ണു നിവാസിന് സമീപത്തുള്ള ഈ ടിക്കറ്റ് കൗണ്ടറിലാണ് ഇങ്ങനെ ദുരന്തം ഉണ്ടായത്. ഏതായാലും അവിടുത്തെ സാഹചര്യങ്ങൾ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. തിരുമല തിരുപ്പതി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ദ്വാര ദർശനം വെള്ളിയാഴ്ച നടക്കേണ്ട പ്രത്യേക സവിശേഷമായ ദിവസമാണ്. അന്നത്തെ ദർശനത്തിന് മുൻകൂർ ടോക്കൺ എടുക്കുന്ന സ്ഥലത്താണ് ഇതുപോലുള്ള തിക്കും തിരക്കുണ്ടായത്. 4 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. ഒട്ടേറെ പേർ ചികിത്സയിലുണ്ട്. അതിൽ ചിലരുടെ നില ഗുരുതരമെന്നും അറിയുന്നു. പൂർണ്ണമായ ഒരു നിയന്ത്രണവിധേയമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെട്ടത്. പ്രത്യേകിച്ച് നേരത്തെ ശ്രീധരൻ സൂചിപ്പിച്ചോലെ തമിഴ്നാട്ടിൽ നടക്കുമുള്ള ഭക്തരുടെ വലിയ തിരക്ക്, ഈ മറ്റന്നാളത്തെ ദർശനത്തിനുള്ള ടോക്കൺ എടുക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കുണ്ടായി. ആ കൗണ്ടറിന് മുന്നിൽ അങ്ങനെ പെട്ടെന്ന് അത് നിയന്ത്രണം വിടുന്ന സാഹചര്യമുണ്ടായി. ആളുകൾ നിലത്ത് വീണു. നിലത്ത് വീണുപോയവരുടെ മുകളിലൂടെ ആളുകൾ പരക്കം പായുന്ന സ്ഥിതി ഉണ്ടായി. അങ്ങനെയാണ് മരണം സംഭവിച്ചത്. അവിടെ വെച്ച് തന്നെ CPR കൊടുത്തൊക്കെ ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് ഫലത്തിലെത്തിയില്ല. ഒരു സ്ത്രീയടക്കം 4 പേരാണ് ഇതുവരെ മരിച്ചതായിട്ടുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ആശുപത്രിയിലുള്ള പലരുടെയും നില ഗുരുതരമെന്നും അറിയുന്നു. എന്തായാലും വേഗത്തിൽ തന്നെ കൂടുതൽ പോലീസൊക്കെ സ്ഥലത്തെത്തി കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. തിരുമല തിരുപ്പതി
ദേവസ്ഥാനം തിരുപ്പതി ക്ഷേത്രത്തിലെ വെള്ളിയാഴ്ചത്തെ സവിശേഷമായ ദർശനവുമായി ബന്ധപ്പെട്ടുള്ള ടോക്കൺ എടുക്കാനുള്ള തിരക്കാണ് ഇങ്ങനൊരു ദുരന്തത്തിലേക്ക് എത്തിച്ചത്.